കേരളത്തിൽ 104 പാകിസ്ഥാനികളെന്ന് കണ്ടെത്തൽ. താൽക്കാലിക വിസയിൽ കഴിയുന്ന 8 പേർ മടങ്ങിക്കഴിഞ്ഞു. സ്ഥിരം വിസയുമായി കഴിയുന്നവർക്ക് മടങ്ങേണ്ടതില്ലെങ്കിലും കുട്ടികളടക്കം വിസ കാലാവധി കഴിഞ്ഞവരുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. വിനോദ് ചേരുന്നു. വിനോദ്, എല്ലാ സംസ്ഥാനങ്ങളോടും പാകിസ്ഥാനികളെ പുറത്താക്കുക, അവരോട് പുറത്തു പോകാൻ നിർദ്ദേശം നൽകുക, ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രിമാരുമായി അമിത്ഷാ സംസാരിച്ചിരുന്നു ഇന്നലെ. അത് സംബന്ധിച്ച കണക്കുകൾ ഓരോ സംസ്ഥാനങ്ങളും പുറത്തുവിടുകയാണ്. കേരളത്തിൻ്റെ സാഹചര്യം എന്താണ്? ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്ത് എത്തിയവരാണോ ഇവിടെ തങ്ങുന്നവർ? എന്താണ് ഇവിടുത്തെ സാഹചര്യം? സൈത്ത് 104 പേർ പാകിസ്ഥാനികളായി കേരളത്തിലുണ്ട് എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 8 പേർ തിരികെ മടങ്ങിയിട്ടുണ്ട്. താൽക്കാലിക വിസയുമായി വന്നവരാണ് മടങ്ങിയിട്ടുള്ളത്. മെഡിക്കൽ ആവശ്യം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ, പിന്നെയുള്ളത് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ചില വ്യാപാരികളാണ് വന്നിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ താൽക്കാലിക വിസയിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെല്ലാം മടങ്ങുന്നതിനുള്ള നടപടി, അതായത് 27 നാളെയാണ് മടങ്ങാനുള്ള അന്ത്യ ദിവസമായി കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം ചികിത്സയിലുള്ളവർക്ക് 29 വരെ രാജ്യത്ത് തുടരാനാകും. 29 ശേഷം ആരെയും തുടരാൻ അനുവദിക്കില്ല. ഈ പാകിസ്ഥാനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന പോലീസ്, അത് സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നതും ഇവരുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കിയതും. 104 പേരാണ് ആകെയുള്ളത്. തമിഴ്നാട്ടിൽ 200 പാകിസ്ഥാനികളുണ്ട്. ഇവരും അവിടെ നിന്ന് മടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. താൽക്കാലിക വിസയിൽ ഉള്ള ആളുകളെല്ലാം തന്നെ ഇതിനകം മടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥിരം വിസയുമായി വന്ന ആൾക്കാരുണ്ട്. സ്ഥിരം വിസയിൽ നിലനിൽക്കുന്ന ആളുകൾ, അവരുടെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ ആവശ്യവുമായി വന്ന കുട്ടികൾ, അവർ വിദ്യാഭ്യാസ കാലാവധി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ തീരുമാനം തേടും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ നിലപാടിലേക്ക് എത്തുക. ഏതായിരുന്നാലും കേന്ദ്ര സർക്കാർ കടുത്ത നിലപാടിൽ തന്നെയാണ്. നേരത്തെ തന്നെ ഈ ദിവസം നിശ്ചയിച്ചത് 27 അത് നാളെയാണ് പാകിസ്ഥാനികൾ മടങ്ങണമെന്നത്. പക്ഷേ മെഡിക്കൽ ആവശ്യവുമായി എത്തിയവർക്ക് 29 വരെ സമയം നൽകിയിട്ടുണ്ട്. അതിനുശേഷം പാകിസ്ഥാനികൾ രാജ്യത്ത് തുടരാൻ പാടില്ല എന്ന കാര്യമാണ് പിന്നെ ഇളവ് നൽകിയിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കൾക്കാണ്. നേരത്തെ ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് ദീർഘകാല വിസയിലെത്തിയ ഹിന്ദുക്കൾ, അവർ തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങേണ്ട സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. സഹിത്ത് അതാണ് വിവിധ സംസ്ഥാനങ്ങൾ പുറത്തുവിടുന്ന കണക്കുകൾ എങ്ങനെയാണ്. 250 പാകിസ്ഥാനികളാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. അത് സംബന്ധിച്ച കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച നടപടികൾ ആ സംസ്ഥാനവും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ തുടരുന്നവർക്ക് നാളെ വരെ, താൽക്കാലിക വിസയിൽ വന്നവർക്ക് നാളെ വരെ സംസ്ഥാനത്ത് തുടരാം, അതിനുള്ളിൽ മടങ്ങിപ്പോകണം. കേരളവും അത്തരം കണക്കുകൾ സ്വീകരിക്കുകയാണ്. അതേസമയം മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വന്നവർക്ക് 29 വരെ തുടരുന്നതിന് സമയം പരിധി കൂടി അനുവദിച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും നയതന്ത്ര തലത്തിൽ ഇതുവരെ സ്വീകരിക്കാത്ത അതിശക്തമായ നിലപാടുകളുമായി രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യക്കാരുടെ കഴുത്ത് വെട്ടുമെന്ന ഭീഷണിയുമായി ലണ്ടനിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥൻ. ഇന്ത്യൻ പൗരർ പാക് നയതന്ത്ര ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴാണ് പാക് ഉദ്യോഗസ്ഥന്റെ ഭീഷണി. ഇന്ത്യൻ സൈനികനായ അഭിനന്ദൻ വർദ്ധമാന്റെ ചിത്രവും കയ്യിൽ പിടിച്ചാണ് പാക് ഉദ്യോഗസ്ഥൻ കഴുത്തുവെട്ടുമെന്ന ആംഗ്യം കാണിച്ചത്. പുൽവാമ അറ്റാക്കിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ പിടിയിലായ അഭിനന്ദനെ ഇന്ത്യ മോചിപ്പിച്ചിരുന്നു. Pakistan Zindabad, Pak Fauj Zindabad, ISB Zindabad.